now off and our airstrikes No, they're on. They're going on right now. It's an amazing thing. We have a little problem with Iran because we have many talks and we'll say we have or we don't have. We're straight about it. But they deny. But they're not denying it now. They just put out a statement not denying it. But for some reason, when they're talking, they don't like saying that they're talking. So I say, wait, we're in talks. Big deal. We're in talks. And they'll sometimes deny it, even though they spend hours and hours together talking. No. ഇറാനെതിരെ സമ്മർദ്ദം ശക്തമാക്കാനും തിരിച്ചടി നൽകാനും അസാധാരണവും ക്രിയാത്മകവുമായ പുതിയ തന്ത്രങ്ങൾ തേടി അമേരിക്കൻ സൈന്യം. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക വിഭാഗമായ US സെൻട്രൽ കമാൻഡ് തങ്ങളുടെ ഇന്റലിജൻസ് അനലിസ്റ്റുകളോട് ഇറാനെ നേരിടാൻ പുതിയ ആശയങ്ങൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനെ ഒരു പുതിയ കരാറിന് നിർബന്ധിതരാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിലുള്ള പരമ്പരാഗത സൈനിക മാർഗങ്ങൾ അങ്ങേയറ്റം പരിമിതമാണെന്നതിന്റെ വ്യക്തമായ സൂചനയായാണ് പ്രതിരോധ വിദഗ്ധർ ഈ നീക്കത്തെ വിലയിരുത്തുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഇറാൻ ഭീഷണി ഇല്ലാതാക്കുന്നതിനും അവരെ വീണ്ടും ചർച്ചാമേശയിൽ എത്തിക്കുന്നതിനുമായി കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി അമേരിക്ക തുടർച്ചയായ വ്യോമാക്രമണങ്ങൾ നടത്തിവരികയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് പ്രധാന ആക്രമണങ്ങൾ നടക്കുന്നത്. എന്നാൽ ഭൂമിക്കടിയിൽ വളരെ ആഴത്തിൽ അതീവ സുരക്ഷയോടെ സ്ഥിതി ചെയ്യുന്ന ഈ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ അമേരിക്കയുടെ പരമ്പരാഗത ആയുധങ്ങൾക്ക് കഴിയില്ല. ഇതിനായി കരസേനയെ വിന്യസിക്കേണ്ടി വരും. എന്നാൽ ഇതുവരെ 18 അമേരിക്കൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ കൂടുതൽ വലിയൊരു ആൾനാശമുണ്ടാക്കുന്ന കരയുദ്ധത്തിന് ട്രംപ് തയ്യാറല്ല. പൂർണ്ണമായൊരു സൈനിക വിജയത്തിന് സാധ്യതയില്ലാത്തതിനാൽ ഒരു പ്രതീകാത്മക വിജയം നേടി യുദ്ധം അവസാനിപ്പിക്കാനാണ് നിലവിൽ അമേരിക്കൻ പ്രസിഡന്റ് ശ്രമിക്കുന്നതെന്ന് ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോകുന്നതായാണ് ഇത് നൽകുന്ന സൂചന. നിലവിൽ അമേരിക്ക നടത്തുന്ന വ്യോമാക്രമണങ്ങൾ കൊണ്ട് മാത്രം ഇറാന്റെ നയതന്ത്ര നിലപാടുകളിൽ മാറ്റം വരുത്താൻ കഴിയില്ലെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളായ CIA-യും DIA-യും സംയുക്തമായി വിലയിരുത്തുന്നുണ്ട്. വ്യോമശക്തിക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട് എന്ന് അമേരിക്കൻ സംയുക്ത സൈനിക മേധാവി ജനറൽ ഡാൻ കെയ്നും അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. ഈ പ്രതിസന്ധികൾക്കിടയിലാണ് ഇറാനെ വീഴ്ത്താൻ അമേരിക്കൻ പ്രതിരോധ കേന്ദ്രങ്ങൾ പുത്തൻ ആശയങ്ങൾ തേടുന്നത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.